ഹായ് സുന്ദരീസ്, വെൽക്കം ടു അസ്വി വ്ളോഗ്സ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ഹാഫ് ഡേ ഒരു റുട്ടീൻ ബേസിക്കലി മോർണിംഗ് റുട്ടീനാണ്, പക്ഷെ എന്നാലും നമുക്കൊരു ഹാഫ് ഡേ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്നലെ വെള്ളം ഫുള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിക്കും തിരക്കും ബഹളവും വിഷമമൊക്കെ ഉള്ള ദിവസമായിരുന്നു. കുട്ടിക്ക് വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്ന്, എന്നിട്ട് പിന്നെ ഫുള്ളായിട്ട് വെള്ളം നിറച്ചാൽ മതി. അപ്പോൾ വെള്ളം കുടിച്ചു തുടങ്ങി. അതിന് ശേഷം ഞാനിപ്പോൾ ബസുമതി റൈസ് നന്നായിട്ട് കഴുകി കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഗീ റൈസും അതുപോലെ തന്നെ ക്രാബ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഗീ റൈസിന് ശരിക്ക് ഈ ജീരകശാല അരിയാണ് നല്ലത്, പക്ഷെ നമ്മുടെ ഒരു ബസുമതി ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പിന്നെ ചായ വെക്കണേക്കാട്ടും മുന്നേ പാല് കാച്ചി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച് ഒഴിച്ച് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും പിന്നെ ചട്നിയും ഉള്ളിച്ചമ്മന്തിയും ഉണ്ടാക്കണം. സാമ്പാർ പിന്നെ ഇന്നലത്തെ ഉണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ 2 തട്ട് മതിയാവും കേട്ടോ നമുക്ക്. പിന്നെ ഒരു കുഞ്ഞി തട്ട് ഇതും വെക്കാം, തെറ്റിന് പറയുമ്പോൾ ബട്ടൺ ഇഡ്ഡലി ഇല്ലേ, അതും വെക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇമ്മക്കുട്ടിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അതാകുമ്പോൾ ഇങ്ങനെ പാലിൽ മുക്കി കഴിക്കാനും ചട്നിയിൽ മുക്കി കഴിക്കാനൊക്കെ നല്ല ഇഷ്ടം. അപ്പോൾ നമ്മൾ തട്ടിലേക്ക് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ട്, ഒട്ടും അറിയണ പോലെ അല്ല കേട്ടോ, ഭയങ്കര ലൈറ്റായിട്ടേ ഉള്ളൂ. അറിയണ പോലെ അല്ലാന്ന് മേക്കപ്പിൻ്റെ കാര്യം പറയണ പോലെ എന്നുവെച്ചാൽ ഒട്ടും നമുക്ക് ടേസ്റ്റ് ഒന്നും നെയ്യിൻ്റെ ഒന്നും വരില്ല. ജസ്റ്റ് ഒരു ഇങ്ങനെ ലൈക്ക് നമുക്ക് ആ ഇഡ്ഡലി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തടവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ കയ്യിൽ വെച്ച് ഒഴിച്ചിട്ടുണ്ട്. മറ്റേ ബട്ടൺ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് തേങ്ങ, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നമ്മൾ ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കേട്ടോ, ഇത്രയും ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ വറുത്തിടുകയാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ ചട്നി ഒരു നേരത്തേക്ക് അപ്പം ഉണ്ടാക്കി അപ്പം കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചട്നി നമ്മൾ ചൂടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൻ്റെ വെച്ചിട്ടുണ്ട്, മറ്റേ കുഞ്ഞി പാത്രത്തിൽ കേട്ടോ. ഇത് ചെറിയുള്ളി ഒന്ന് വഴട്ടുന്നുണ്ട്. ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ് എണ്ണയിലിട്ടിട്ട് വഴട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉള്ളിച്ചമ്മന്തിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇഡ്ഡലിക്ക് വെച്ചിട്ട് ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ വറുത്തിടാനായിട്ട് നമ്മുടെ യൂഷ്വൽ സാധനങ്ങളൊക്കെ തന്നെ, കടുക്, പിന്നെ ഒരു ചുമന്ന മുളക്, പിന്നെ കറിവേപ്പില, ഇത്രയും ഒന്ന് നമ്മൾ ഇതിലേക്ക് വറുത്തിടുകയാണ് കേട്ടോ, ചട്നിയിലേക്ക് വറുത്തിടുക. ചിലപ്പോഴൊക്കെ നമ്മൾ വലിയ പാത്രത്തിൽ ഇതുപോലെ കടുക് വറുത്തിട്ട് അതിലേക്ക് ചട്നി ഒഴിച്ചിട്ട് ഇങ്ങനെ ചൂടാക്കും കേട്ടോ. ഇൻ കേസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കണേ അങ്ങനെയാണെങ്കിൽ, അപ്പം തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പിന്നെ ഈ ചട്നി ചൂടാക്കാനൊന്നും നിൽക്കില്ല. എളുപ്പമാണ്, ഇതിനൊരു വേറൊരു ടേസ്റ്റാണ്, നല്ല രസമല്ലേ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ചട്നിയായി. ഇനി നമുക്ക് ഉള്ളി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വഴറ്റിയ ഉള്ളിയില്ലേ, അത് ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അത് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള എണ്ണയില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ, നമുക്ക് ഒരു നേരത്തേക്കല്ലേ വേണ്ടൂ. അപ്പം ചട്നി ആയിട്ടുണ്ട്, ഉള്ളി ചമ്മന്തി ആയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി നോക്കിയപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ആവിയിൽ ആകുമ്പോൾ കറക്റ്റായിട്ട് ആയിക്കോളും. നമുക്ക് അത് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമുക്ക് വെള്ളം ഒന്ന് തളിച്ച് വെക്കാം കേട്ടോ. സോ ദാറ്റ് ഇത് പെട്ടെന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒന്ന് വെള്ളം തളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാല് തിളച്ചിട്ടുണ്ട്, അപ്പോൾ അത് നോക്കാം. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ തേങ്ങ ഒന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ക്രാബ് കറിക്ക് വേണ്ടിയിട്ടാണ്, ഞണ്ട് കറിക്ക് വേണ്ടിയിട്ട് ഇത് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടുള്ള വറുക്കാണ് നമ്മളിപ്പോൾ. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് തേങ്ങ ഒരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സോർട്ട് ചെയ്യുക, അത്രേ വേണ്ടൂ. പിന്നെ ക്രാബ് കറി ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടിയും അതേപോലെ തന്നെ റൈസ് ഉണ്ടാക്കാനുള്ള കുക്കറും. അപ്പോൾ 4 സ്റ്റൗവിൽ പോയി. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വെള്ളവും പാലും കൂടി അങ്ങോട്ട് ഒരുമിച്ച് വെച്ചു. എന്നിട്ട് നമുക്ക് ഇതിൽ ആവശ്യത്തിലുള്ള പഞ്ചസാര തിളച്ച് വരുമ്പോൾ ഇതും ഇട്ട് കൊടുക്കാം, ചായപ്പൊടി ഇട്ടിട്ട് നമ്മൾ അരിച്ചെടുക്കില്ലേ, സിമ്പിൾ. എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് പറയാറുണ്ട് എങ്ങനെ ചായ ഉണ്ടാക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എഗെയിൻ ഇത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇവിടെ നമ്മൾ കുറച്ച് കടുപ്പുള്ള ചായ ഉണ്ടാക്കണം, കാരണം ഏട്ടന് അതാണ് ഇഷ്ടം. പിന്നെ ഞാൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും മാത്രമേ ഞാൻ ചായ കുടിക്കാറുള്ളൂ. അമ്മയ്ക്കും കടുപ്പുള്ളതൊക്കെ ഇഷ്ടമാണ്. പിന്നെ സവോള നമുക്ക് നന്നാക്കി അരിഞ്ഞ് വെക്കാം കേട്ടോ. ചെറുതാക്കി കുനുകുനേന്ന് അരിയണം, നമുക്ക് ലൈക്ക് നീളനെ അരിയണം, കുനുകുനേന്നല്ല കേട്ടോ. പിന്നെ ചായ ആയിട്ടുണ്ട്, അപ്പോൾ നമുക്കത് നന്നായിട്ട് ആറ്റി. കുഞ്ഞി ഗ്ലാസ്സിലുള്ളത് അമ്മയ്ക്ക്, അമ്മ ഒറ്റ ചായ കുടിക്കുള്ളൂ, അത് ഈ ഒരു കുഞ്ഞി ഗ്ലാസ്സിലത്തെ, മറ്റേത് വലിയ ഗ്ലാസ്സിലത്തെ ഏട്ടൻ്റെ. അപ്പോഴേക്കും ഇഡ്ഡലി ആയിട്ടുണ്ട്.
വെള്ളം തെളിച്ച് വെച്ച കാരണം പെട്ടെന്നാവുമല്ലോ, വിട്ടു പോരും. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വിട്ടു പോകുന്നുണ്ട്. ഇത് അമ്മ അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ മാവ്. ഇത് രണ്ടാമത്തെ ദിവസത്തെ മാവാണ്, പക്ഷേ ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുന്നു. അടിപൊളിയാണ് കേട്ടോ അമ്മയുടെ മാവ്. ഞാൻ എന്തായാലും ദോശമാവിൻ്റെയും അതേപോലെ അപ്പത്തിൻ്റെയും മാവ് ഞാൻ കാണിക്കാം. മിക്കവാറും ഞാൻ അവിടെ ഉണ്ടാവാറില്ല അമ്മ അരയ്ക്കണ സമയത്ത്. ഞാനും സ്റ്റുഡിയോയിലേക്ക് പോകും, അപ്പോൾ അതാ എനിക്ക് എടുക്കാൻ പറ്റാത്തത്. എന്തായാലും ഇവിടെ ഉള്ള സമയത്ത് ഞാൻ എടുക്കാം കേട്ടോ. പിന്നെ സവോള നമ്മൾ ഈ നീളനെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്രാബ് കറിക്കും വേണം, കുറച്ച് നമുക്ക് ഗീ റൈസ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വേണം കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വളരെ കുറച്ച് മതി. അപ്പോൾ രണ്ടിനും വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഇപ്പം തന്നെ അരിഞ്ഞു വയ്ക്കാം. ഇടയിൽ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും എനിക്ക് വെള്ളം കുടിച്ച് തീർക്കണം, അതല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. ആ ഒരു ഫ്ലോയിൽ വന്നതായിരുന്നു. പിന്നെ ഇമ്മക്കുട്ടിക്ക് ഏട്ടനൊക്കെ വയ്യാണ്ട് ആയപ്പോൾ അതങ്ങോട്ട് വിട്ടുപോയി, എൻ്റെ വെള്ളം കൂടിയൊക്കെ നിന്നുപോയി. അപ്പോൾ ഇത് തേങ്ങ നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, അത് ഇളക്കി കൊടുക്കണം. പിന്നെ കുക്കറിൽ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് മറ്റേ ഗ്രാമ്പൂ, പിന്നെ ഏലക്ക, പിന്നെ ആ സ്റ്റാർ പോലത്തെ സാധനം നമുക്ക് സാധനമില്ല, അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സവോള നമ്മൾ നീളനെ അരിഞ്ഞിട്ടുള്ളത്, എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ, ഇളക്കി കൊടുക്കുക. ഇതും നമുക്ക് ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആവണമെന്നൊന്നുമില്ല, ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ അരി ഇട്ടിട്ട്, അതായത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയില്ലേ, അത് വെള്ളം നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് അത് നമുക്ക് ഇതിലൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര വലുപ്പം തോന്നുക അല്ലേ. ജീരകശാല അരി തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്, കാണാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും. ഇങ്ങനത്തെ റൈസിനൊക്കെ ഇതാ നല്ലത്, ഗീ റൈസിനൊക്കെ. പക്ഷേ അത് ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇത് ക്രാബ് കറിക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, ഉലുവ ഇട്ടിട്ട് നമ്മളൊരു വലിയ സ്പൂൺ ഇഞ്ചി ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുള്ളത്, നല്ല വലിയ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം ഉണ്ടെങ്കിൽ നന്നാവുക. കുറച്ചധികം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുമല്ലോ, സോഫ്റ്റായിട്ട് വരില്ലേ, അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള കുറച്ച് അധികം ഇടാം കേട്ടോ, കുറച്ചധികം നമുക്ക് ഗ്രേവി ആയിട്ട് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ഇടാം. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ എല്ലാം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇഡ്ഡലി, മറ്റേ ഉള്ളിച്ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടുണ്ട്, സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ഈ പണിയും കൂടെ കഴിഞ്ഞ് നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളവും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പിന് 1.25 കപ്പ് അളവിന് നമ്മൾ റൈസിലേക്ക് വെള്ളവും ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ക്രാബ് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സവോള ഒന്ന് വാടി വരുമ്പോഴേക്കും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ, അതൊന്ന് തിളക്കട്ടെ. ഓൾറെഡി ഞാൻ ചൂടുള്ള വെള്ളമാണ് കേട്ടോ, തിളച്ച വെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ആവി വരുമല്ലോ അപ്പോൾ തന്നെ, അപ്പോൾ നമുക്ക് വിസിൽ വെക്കുക. എന്നിട്ട് ഇതൊരു 3 മിനിറ്റ്സ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത്, ക്രാബ് കറിക്ക് വേണ്ടിയിട്ട് തക്കാളി നുറുക്കാം കേട്ടോ. അമ്മ ഇടയ്ക്ക് വന്നിട്ട് പാത്രമൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് പോയത്. ഞാൻ ഷൂട്ട് ചെയ്യുകയും അതേപോലെ തന്നെ കുക്ക് ചെയ്യുകയും രണ്ടും കൂടി ചെയ്യുമ്പോൾ ഞാൻ പാത്രം നോക്കാറില്ല. അപ്പോൾ പിന്നെ അമ്മയുള്ള കാരണം അമ്മ പപ്പ ഒന്ന് കഴുകി വെച്ചിട്ട് പോകും. പിന്നെ നമ്മൾ ഈ ഇതുണ്ടല്ലോ തേങ്ങ നമ്മൾ മൂപ്പിച്ച് വെച്ചില്ല, അതിൽ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാണ്, അരച്ചെടുക്കാൻ പോവാണ്. പിന്നെ ക്രാബ് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ കറിവേപ്പില ഇടാം. പിന്നെ എല്ലാ പൊടികളും, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഇടാം. ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ വേണമെന്നില്ല, അതൊരു നല്ല ഫ്ലേവർ തരുമല്ലോ, ചിക്കൻ മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ അല്ലേ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. മല്ലിപ്പൊടി ആണെങ്കിലും ഇവിടെ തന്നെ പൊടിച്ചതാണ്, അപ്പോൾ അതൊക്കെ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ആ ലൈക്ക് പച്ചമണമൊക്കെ ഉണ്ടാവില്ലേ മസാലപ്പൊടിക്ക്, അതൊക്കെ മാറണവരെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതാക്കി നുറുക്കിയ തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതും തിളപ്പിച്ച വെള്ളം തന്നെയാണ്, പച്ചവെള്ളം ചുവയ്ക്കാണ്ടിരിക്കാനാണ് നമ്മൾ തിളപ്പിച്ച, അതായത് ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി തക്കാളി ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ക്രാബ്, അമ്മ ഇതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, അമ്മയാണ് നന്നാക്കിയത്. ഇന്നലെ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്രാബ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. എന്നിട്ട് ക്രാബ് ഒന്ന് വേവട്ടെ. 15 മിനിറ്റ്സ് ആണ് ഞാൻ പൊതുവെ കണ്ടിരിക്കുന്നത് വേവാനുള്ള സമയമായിട്ട്. നമ്മളും നോക്കിയപ്പോൾ ഈ ക്രാബിന് 15 മിനിറ്റ്സ് തന്നെയാണ് കേട്ടോ വേണ്ടി വന്നത്. ആ ഗ്യാപ്പിൽ നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചതും ഒരു ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചു കൊടുക്കാം കേട്ടോ. 7:40 ഞാൻ എത്ര മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് കുക്ക് ചെയ്യാനായിട്ട്? ഏകദേശം 7 മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. 6:45 7 മണിയോടുക്കനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതുണ്ടല്ലോ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. തണ്ടിടുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇല മാത്രം പൊട്ടിച്ച് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗീ റൈസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇത് ക്യാരറ്റ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്കിങ്ങനെ ആക്കി വെക്കാം, എന്തായിരുന്നു പറയുക, ഗ്രേറ്റ് ചെയ്ത് വെക്കാം. അത് അപ്പോഴേക്കും റൈസ് ആയിട്ടുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചുല്ലോ, അപ്പോൾ അത് ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനി ഈ റൈസിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ് നമ്മൾ പാനിൽ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈ നെയ്യുടെ മാത്രമായിട്ടൊരു ഫ്ലേവർ വരണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഓയിലിന് പിന്നെ ഫ്ലേവറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ട് സവോള ഏകദേശം ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് കാഷ്യും കൂടി ഇട്ടിട്ട് നന്നായി കുറച്ചധികം കാഷ്യൂ, എനിക്ക് കാഷ്യൂനട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇത് വറുത്തിട്ടുള്ളത് മാത്രം, നെയ്യിൽ വറുത്ത കാഷ്യൂനട്ട്, എനിക്ക് അല്ലാണ്ട് കാഷ്യൂനട്ട് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. ഇമ്മക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടനും നല്ല ഇഷ്ടമാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് വരട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടയിൽ ഞാൻ ഈ ക്രാബ് കറി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റും നന്നായിട്ട് മൂത്തിട്ടുണ്ട്, കാഷ്യൂനട്ടും ഒക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി, നല്ല മണം വരുന്നുണ്ട്. ആ ക്യാരറ്റൊക്കെ ഈ നെയ്യിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ വഴറ്റി വരുമ്പോഴുള്ള മണം, കാഷ്യൂനട്ടാണെങ്കിലും നല്ല രസമായിരുന്നു. ഇനി നമുക്ക് ക്രാബ് കറിയിലേക്ക് അവസാനമായിട്ട് ഇടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് ചെറിയുള്ളി ഇല്ലേ അതൊന്ന് വഴറ്റിയെടുക്കാം, കുറച്ച് കറിവേപ്പില ഇടാം. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ ക്രാബ് ആക്ച്വലി അതൊരു കറിയല്ല കേട്ടോ, ഒരു റോസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് ലൂസാക്കി എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് മാത്രമേ ലൂസായിട്ടുള്ളൂ. അപ്പോൾ ഇത് റോസ്റ്റ് എന്നൊക്കെ അറിയുന്നു, എന്ത് വേണമെങ്കിലും പറയാം, എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാമെന്നില്ല അപ്പോൾ ആ രീതിക്കാണ്. അപ്പോൾ എന്തായാലും ആ പോയിന്റിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്തൊക്കെയാണ് കുറവുള്ളത് നോക്കിയിട്ട് ഈ എണ്ണയിലേക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ്. ഞാൻ കുറച്ച് ഗരം മസാല മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ആണെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ചുകൂടി കളർ വരും. പക്ഷേ നമുക്കിത് നന്നായിട്ട് വറുത്തരച്ച കറി ആയതുകൊണ്ട് ഓൾറെഡി നല്ല കളറുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി വേറെ കളറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ക്രാബ് കറിയും റെഡി ആയിട്ടുണ്ട്, നമുക്ക് റൈസും റെഡി ആയിട്ടുണ്ട്. ഇതാണോ ഇതൊക്കെ വെക്കുന്ന രീതിയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ക്രാബ് ഈ വറുത്തരച്ച് വെച്ചപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. സാധാരണ വറ്റിച്ച് വെക്കണേക്കാട്ടിലും കുറേ കൂടി ഗ്രേവി ഉണ്ട്, നമുക്ക് റൈസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനും പറ്റും. പിന്നെ നമുക്ക് കപ്പയുണ്ട് ഇന്ന് ഉച്ചയ്ക്ക്, അപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു, അടുക്കള ക്ലീൻ ആയി. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ദോശയുണ്ട്, ഇഡ്ഡലി ഉണ്ട്, ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, ഉള്ളിച്ചമ്മന്തി. അപ്പോഴേക്കും ഇതേ 8:15 അത് ഇത്തിരി ഫാസ്റ്റാണ്, 8:15 സമയം. എല്ലാ പണിയും കഴിഞ്ഞു, കുഴപ്പമില്ല. 7 മണി, ഏകദേശം 7 മണിക്കല്ലേ സ്റ്റാർട്ട് ചെയ്തത്, 2-2.25 മണിക്കൂർ കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കഴിഞ്ഞു. ക്രാബ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഒന്ന് സ്നേഹത്തോടെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തത്. പിന്നെ എല്ലാം അപ്പപ്പോഴാണ് നമ്മൾ അരിയൊക്കെ ചെയ്തത്, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു നമുക്ക്. പിന്നെ ഞാനിപ്പോൾ ഇനി ബാൽക്കണിയിൽ ഇരിക്കുകയാണ്, എൻ്റെ പ്ലാന്റ്സൊക്കെ നോക്കിയിരിക്കും. ഞാൻ ഇങ്ങനെ ഏട്ടൻ്റെ അടുത്ത് പറയായിരുന്നു, ഞാൻ പ്ലാൻ മോമാണ്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറയാം, നീ ആക്ച്വലി വെറും പ്ലാൻ മോമല്ല, നീ മണി പ്ലാന്റ്സിൻ്റെ മോമാണ്, അപ്പോൾ അതുകൊണ്ട് നീ മണിയമ്മയാണ്. അപ്പോൾ അതാ ഞാൻ എനിക്ക് ചിരി വന്ന് കേട്ടപ്പോൾ മണിയമ്മ. അപ്പം എന്നെ ഇപ്പം മണിയമ്മ എന്നാണ് വിളിക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും മണി പ്ലാന്റ്, എവിടെ മണി പ്ലാന്റ് കണ്ടാലും ഞാൻ അത് പെറുക്കി എടുത്തിട്ട് വന്നിട്ട് അത് നല്ലതാണ് എൻ്റെ മെയിൻ പണി. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇന്നലത്തെ ടു ഡു ലിസ്റ്റ് ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ടിക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇന്ന് വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ, കാരണം ഇമ്മക്കുട്ടിക്ക് വയ്യായിക മാറി വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലേക്കൊന്നും പോകണില്ല, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ഞാൻ ഈ ചെടിയൊക്കെ ഇങ്ങനെ നോക്കി ടു ഡു ലിസ്റ്റൊക്കെ എഴുതി എക്സസൈസൊക്കെ ചെയ്ത് ഇമ്മക്കുട്ടി എണീക്കുമ്പോൾ പിന്നെ ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ ഇതൊക്കെ തിരക്കൊക്കെ ആവില്ല. അപ്പോൾ അതിനെക്കാട്ടും എക്സസൈസൊക്കെ തീർക്കാച്ചിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് അത് നമ്മുടെ വീണ്ടും ഓപ്പോസിറ്റുള്ള മീക്കോ ഡോഗാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടാണ് വന്നിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹം. പക്ഷേ ഇടയ്ക്ക് ഇവള് ചതിക്കും മീക്കോനെ. ഇവള് വേറെ ബോയ് ഫ്രണ്ടിൻ്റെ ഒപ്പം ഇവിടെ കറങ്ങി നടക്കും. മീക്കോനെ എന്തൊരു സങ്കടമാണെന്ന് പറയും, ഭയങ്കര കുറയാണ്. എന്നിട്ട് ഭയങ്കര സങ്കടം വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ കാര്യം എനിക്ക് തന്നെ സങ്കടം തോന്നിട്ടോ. അവൻ കൂട്ടിലല്ലേ കിടക്കണേ, മറ്റേ അവളാണെങ്കിൽ ഫുള്ള് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കല്ലേ. അപ്പോൾ ഇത് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ രാവിലെ എപ്പോഴെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഞാൻ അത് നോക്കിയിരിക്കും, പ്ലാന്റ്സ് നോക്കും, ഇത് നോക്കും. പിന്നെ പ്ലാന്റ്സിനൊക്കെ ഇത് പുതിയ റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ, മണി പ്ലാന്റിന്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ചട്ടിയിലേക്ക് നടാം. പിന്നെ ഈ ചട്ടിയിലൊക്കെ ഓൾറെഡി ഉള്ള മണി പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് വലുതായിട്ടുള്ളതുണ്ടാവും, അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ വെള്ളത്തിൽ വെക്കും. റൂട്ട് വരുമ്പോൾ ഞാനിങ്ങനെ നട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ.
അപ്പോൾ നടാനായിട്ട് വേറെ സ്പേസ് ഇല്ല, അങ്ങനത്തെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് പ്ലാന്റ്സ്, മണി പ്ലാന്റ്സിനൊരു കുറവില്ല. അപ്പോൾ ഇതിലാണെങ്കിൽ നമ്മൾ മണി പ്ലാന്റാണ് വെച്ചിട്ടില്ല, ഇതിലും വെച്ചിട്ടുണ്ട്, ഈ ചട്ടിയിലൊക്കെ മണി പ്ലാന്റ്സ് തന്നെയാണ്. ഒരു വടി ഞാനിപ്പോൾ നടക്കാൻ പോകുമ്പോൾ എടുത്തിട്ട് വന്നതാണ്, അത് കുത്തി വെച്ചിട്ടുണ്ട് സോ ദാറ്റ് അത് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ കോർണറിലിരിക്കുന്ന ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള തട്ടായിട്ടുള്ള നമ്മുടെ ചട്ടി, അതിൽ മണി പ്ലാന്റ് വെച്ചിട്ട് എനിക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ട്, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നിർത്തണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നിർത്താം, കട്ട് ചെയ്ത് നല്ല ഡെൻസായിട്ട് ഇങ്ങനെ തിക്കായിട്ട് നിർത്തണമെങ്കിൽ ഇങ്ങനെ നിർത്താം. അതല്ലെങ്കിൽ അതിങ്ങനെ വളർന്നോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കില്ലേ. അപ്പോൾ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്, വളർന്നോട്ടെ എന്ന് വിചാരിച്ചാൽ അതിനെ അങ്ങനെ വിടണോ അതോ കട്ട് ചെയ്ത് നല്ല തിക്കായിട്ട് നിർത്തണോ എന്നുള്ളതാണ് സംശയം. ഇത് മണി പ്ലാന്റ്, പിന്നെ ഇടയിൽ പനിക്കൂർക്കയുണ്ട് കേട്ടോ. രണ്ടും കൂടിയാണ് വെച്ചിട്ടുള്ളത്. രണ്ടും പെട്ടെന്ന് വളരണതാണ്, നമുക്ക് വെട്ടി വേറേലേക്ക് നടാനും എളുപ്പം. പിന്നെ ഇത് നമ്മൾ വേറെ ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ടാവുന്നതൊക്കെ നട്ടിട്ടുണ്ട്, ചിലതൊന്നും പിടിച്ചില്ല. ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക പിടിക്കുമെന്ന്. അപ്പോൾ ഇടയിൽ ഇമ്മക്കുട്ടി എണീറ്റും ബെറ്ററാണ്, ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നുണ്ട്. എന്നാലും റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല കേട്ടോ, ഇന്ന് പിന്നെ സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ പിന്നെ സ്പോർട്സ് ഡേ കൂടി ആകുമ്പോൾ വെയിലത്തൊക്കെ കറങ്ങി നടന്നിട്ട് വയ്യായിക കൂടണ്ട വിചാരിച്ചിട്ട്, ചെറിയ പനിയാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ വിചാരിച്ചു. കുറേ നാളായിട്ടുള്ള ജലദോഷമുണ്ട്, ജലദോഷമൊന്നും അങ്ങനെ മാറണില്ല. അപ്പോൾ രണ്ട് ദിവസമായല്ലോ പോയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഹോംവർക്ക്സൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ ഫോട്ടോ എടുത്ത് അയക്കും, വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കുമല്ലോ. അപ്പോൾ അതങ്ങനെ നമുക്ക് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് ചെയ്തു. അപ്പോൾ ഒരു 11 നേരത്ത് കഴിക്കാനായിട്ട് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സ്ലർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ നമ്മൾ ഓൾറെഡി ഹോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലേശം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു ദോശ പോലെ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും കുറച്ച് കട്ടിക്ക് ഇതാക്കി എടുക്കണമായിരുന്നു, പക്ഷേ ഞാൻ പാലൊഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഇങ്ങനെ ഇരിക്കണത്. പക്ഷെ കുഴപ്പമില്ല, ഒന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറിച്ചിടാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ ഞാൻ രാവിലെ ആൽമണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതും ഞാനും ഉമ്മക്കുട്ടിയും കൂടിയിട്ടാണ് ഇത് വളരെ സൂക്ഷ്മമായിട്ട് ഇന്ന് പൊളിക്കുന്ന. ഇത് അങ്ങനെ തന്നെ കഴിച്ചാൽ ദഹിക്കില്ല എന്നല്ലേ പറയണം. ഞാൻ എപ്പോഴും മറക്കും ആൽമണ്ട് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഇമ്മയുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചു. കുറച്ച് നാളത്തെ പെൻഡിങ് ഉണ്ടായിരുന്നു, പിന്നെ മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു. എക്സ്പ്രഷൻ കണ്ടോ, ഭയങ്കര ഇത്തിരി കയ്പുള്ള മരുന്ന് അത്. പിന്നെ നമ്മൾ കളർ ചെയ്യാനിരുന്നു കേട്ടോ. ഇന്ന് എൻ്റെ മെയിൻ പണി ഇമ്മക്കുട്ടീനെ എൻ്റർടൈൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. എസ്പെഷ്യലി കാർട്ടൂണൊന്നും വെക്കാണ്ട്, കാരണം കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് വയ്യാത്ത കാരണേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഈ ആൽമണ്ടിൻ്റെ തൊലിയൊക്കെ പൊളിച്ചും പിന്നെ കളർ ചെയ്തും ഹോംവർക്കൊക്കെ എഴുതിയും അങ്ങനെയൊക്കെ ഇങ്ങനെ സമയം കൂടെ പോയി. ഇതിപ്പോൾ ഫുൾ പേജ് കളർ ചെയ്ത് വരുമ്പോൾ തന്നെ കുറച്ചധികം സമയം കൂടെ പോകുമല്ലോ. അപ്പോൾ ഞാൻ ഈ യൂണിക്കോണിൻ്റെ മുടിയുടെ ഭാഗം ചെയ്യുന്നത് വെച്ചാൽ ഇമ്മക്കുട്ടി വാലിൻ്റെ ഭാഗം ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കളർ ചെയ്ത് ഒരുവിധം എത്തിക്കും. പിന്നെ ആ സമയപ്പോഴേക്കും ലഞ്ച് ടൈം ആയി. അപ്പോഴേക്കും ഏട്ടൻ വന്നു. ഞാനും മേലൊക്കെ കഴുകി. ഇനി നമുക്ക് കപ്പയും ക്രാബ് കറിയും കഴിക്കാം കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതേപോലെ കുറച്ച് റൈസും എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് റൈസ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ടേസ്റ്റ് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്കിഷ്ടമായി. പക്ഷേ ഇത്തിരി ഗുണ്ടുമണിയുണ്ട്, ലുക്ക് വൈസ് പോരാന്ന് തോന്നുന്നു. ക്യാരറ്റൊക്കെ ഇട്ടത് രസമുണ്ട് കേട്ടോ. പക്ഷേ ഏട്ടന് നല്ലോണം ഇഷ്ടപ്പെട്ടു. റൈസാണെങ്കിലും ഇതും കപ്പയും ക്രാബും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇമ്മക്കുട്ടിക്ക് സാധാ ചോറുണ്ടായിരുന്നു, അതാട്ടോ കൊടുത്ത്. ഇങ്ങനെ ഗീ റൈസൊക്കെ ഇഷ്ടമാണ്, പക്ഷേ കുറച്ചേ കൊടുത്തുള്ളൂ, അത് വയ്യാത്ത കാരണം. പിന്നെ സാലഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഇമ്മ കുറച്ചധികം സാലഡൊക്കെ കഴിച്ചു. ക്രാബ് ആയതുകൊണ്ട് ഞാൻ നഖം ഉണ്ടെങ്കിലും അതൊക്കെ ഉപേക്ഷിച്ച്, എന്ന് വെച്ചാൽ കുഴപ്പമില്ല, നഖത്തിലായാലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് ഭയങ്കര ആത്മാർത്ഥതയോട് കൂടിയിട്ട് ക്രാബ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് ഡേ റുട്ടീൻ. എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ എന്ന് പറയൂ. നമ്മൾ കുറച്ച് 3-4 ദിവസം കൂടിയിട്ടല്ലേ ഇതിൽ അസ്വി വ്ളോഗ്സിലുണ്ട്. പക്ഷെ നമ്മൾ അസ്വി മലയാളത്തിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ചാനലും ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.